എറണാകുളം നോർത്ത് ടൗൺ ഹാളിനോട് ചേർന്നുള്ള ഫർണിച്ചർ കടയിൽ ഒരു തീപിടുത്തമുണ്ടായി രാവിലെ. മെട്രോ പില്ലർ നമ്പർ 618 നോർത്ത് പാലത്തിന് സമീപമുള്ള കടയ്ക്കാണ് തീ പിടിച്ചത്. ഇപ്പോൾ തീ പൂർണ്ണമായും അവിടെ അണച്ചിട്ടുണ്ട്. മോഷണ ശ്രമം എന്നൊരു സംശയമാണ് കട ഉടമ പങ്കുവയ്ക്കുന്നത്. സഹിൻ ആന്റണിയുണ്ട് നമുക്കിപ്പം വിവരങ്ങളുമായി. സഹിന, ഇതിപ്പോൾ തീ പൂർണ്ണമായും അണച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യം. കടയുടമയുടെ വാക്കുകൾ അനുസരിച്ച് എങ്ങനെയാണ് ഇനിയിപ്പോൾ നഷ്ടക്കണക്കുകൾ അടക്കം എടുക്കേണ്ട സമയമാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? സേതു, എറണാകുളം നോർത്ത് ടൗൺ ഹാളിന് സമീപമുള്ള ഫർണിച്ചർ കട, അതായത് പഴയ ഫർണിച്ചറുകൾ പുതുക്കിയെടുത്ത് വിൽപ്പന നടത്തുന്ന കടയാണ് ഈ കാണുന്നത്. ഇന്ന് പുലർച്ചെ 3:15 കൂടിയാണ് ഈ കടയ്ക്ക് തീപിടുത്തമുണ്ടായത്. വലിയ കടയാണ്, വലിയ ഗോഡൗണാണ്. ആയിരക്കണക്കിന് കസേരകളും ഒപ്പം തന്നെ മറ്റ് മേശ തുടങ്ങിയ ഉപകരണങ്ങളുമെല്ലാം വിൽപ്പന നടത്തുന്ന ഒരു കടയാണ്. രാവിലെ ഇതിന് 3:15 കൂടി തീപിടിക്കുകയായിരുന്നു. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ വിവിധ ഇടങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തി. അങ്ങനെയാണ് തീയണക്കാൻ കഴിഞ്ഞത്. 5:15 കൂടിയാണ് തീ പൂർണ്ണമായിട്ടും അണക്കാൻ കഴിഞ്ഞത്. നമ്മൾക്ക് മനസ്സിലാകുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കട ഉടമ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, രാവിലെ 3:15 കൂടി കടയ്ക്ക് തീ പിടിച്ചു എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി 10:30 കൂടി പൂർണ്ണമായും തീ അണച്ച ശേഷം ഇവിടെ നിന്നും അദ്ദേഹം പോയി എന്നുള്ളതാണ്. പിന്നീട് കള്ളന്മാരാരെങ്കിലും കയറിയിരിക്കാം എന്നുള്ളൊരു സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കട വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കടയാണ്. ഈ ചുറ്റും തീർച്ചയായിട്ടും ചെയ്തു ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കടയാണ്. ആ കട പൂർണ്ണമായിട്ടും കത്തി അമർന്നിരിക്കുന്നു. ഒപ്പം തന്നെ ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾക്ക് എല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് യൂണിറ്റ് എന്താണ് പറയുന്നതെന്ന് ഒന്നുകൂടി നോക്കാം. സാറ്, എങ്ങനെയാണ് പൂർണ്ണമായിട്ട് തീയെ കണക്കാൻ കഴിയും? ഏതാണ്ട് തീർന്നിരിക്കണം. എന്നാലും കുറച്ച് പോക കൂടി ഉണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം കൂടി ഡംപ് ചെയ്തിട്ടിരിക്കുന്നത് കാരണം ഇരുമ്പിൻ്റെ പഴയ സാധനങ്ങൾ, പഴയ കസേരകളിലൊക്കെ എല്ലാം പ്ലാസ്റ്റിക്കും ഇരുമ്പും എല്ലാം കൂടി ഉള്ളത് കൊണ്ട് ഇതെല്ലാം റൂഫ് ഇടിഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് താഴത്തേക്ക് ഇങ്ങനെ കൊണ്ട് കറക്റ്റ് സോഴ്സിലേക്ക് ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ അകത്തുള്ളതെല്ലാം മാറ്റി ചെന്ന് അതിൻ്റെ സോഴ്സിലടിച്ച് ഏതാണ്ട് തീരാറായി. 90 എത്ര ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്നിട്ടുണ്ടോ? ഞങ്ങൾ 6 യൂണിറ്റ് 9 യൂണിറ്റ് ഉണ്ട്. 6 സ്റ്റേഷനുകളിൽ നിന്ന് 9 യൂണിറ്റ് പല പ്രാവശ്യം വെള്ളം കൊണ്ടുവന്ന് അടിച്ചിട്ടുണ്ട്. അതായത് നിരവധി തവണ 3:20 മുതൽ 3:20 ഫൈറ്റ് ചെയ്ത് തുടങ്ങി. 3:15 കഴിഞ്ഞപ്പോൾ ഫൈറ്റ് ചെയ്ത് തുടങ്ങി. 3:15 കോൾ വന്നു. അന്നേരം മുതൽ ഒരു 5 മണിക്ക് മുമ്പ് 4 കഴിഞ്ഞ വരെ തീർച്ചയായിട്ടും 1 മണിക്കൂർ ഫയർ ഫൈറ്റിംഗ് നടത്തുന്നുണ്ട്. കൃത്യമായിട്ടുണ്ട്. അതുതന്നെയാണ് സേതു. എന്തായാലും തീ ഏറെക്കുറെ കണക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ പറയുന്നത്. ഒപ്പം തന്നെ ഈ കാണുന്നത് പോലെയാണ് ഇത് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഇതിന് തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലെ ജീവനക്കാർ കൂടി ഇവിടെ ചേരുന്നുണ്ട്. അവരോട് കൂടി കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അവരാണ് ദൃക്സാക്ഷികൾ എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് സംഭവിച്ചതെന്ന് ഏറെക്കുറെ അവർക്കും അറിയാൻ കഴിയും. ചേട്ടാ, എത്ര മണിക്കാണ് ഇത് തീപിടുത്തമുണ്ടായത്? 3 മണിക്ക്, ഏകദേശം 3 മണിക്ക്. എന്തായിരുന്നു സംഭവിച്ചത്? നിങ്ങൾ കണ്ടപ്പോൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയുന്നത്? ഇല്ല, ഇവിടെ പാസിങ് ചെയ്യുന്ന വണ്ടിക്കാരാണ് പറഞ്ഞത് ഇങ്ങനെ ഫയർ ഉണ്ട് പറഞ്ഞു. അപ്പോൾ തന്നെ ഫയറിനെ വിളിച്ച് അവർ വരികയും ചെയ്ത് ഏകദേശം ഒരു 3:15 ആകുമ്പോഴത്തേന് തന്നെ അവർ ഫയർ വന്നായിരുന്നു. അവർ വന്ന് പരിപാടി തുടങ്ങിയായിരുന്നു. ഈ ഹോട്ടലിൽ വല്ലതും സംഭവിച്ചു? ഹോട്ടലിൽ നമ്മൾ ഈ ഒരു സൈഡത്തെ റൂംസുകൾ, അതല്ല AC കാര്യങ്ങൾ, പിന്നെ പ്ലംബിങ് വരെ ഒരുവിധം റൂംസുകളൊക്കെ ഡാമേജ് തന്നെയാണ്. താമസക്കാരുണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. ഫയർ കത്തുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ അറിഞ്ഞതിനെ എല്ലാവരും വെക്കേറ്റ് വെച്ച് വേറൊരു ഇതിലോട്ട് മാറ്റി കൊടുത്തവർ. അത് തന്നെയാണ് ചെയ്തു. എന്തായാലും താമസക്കാരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ കാണുന്നത് പോലെ തന്നെ ഈ കത്തി അമർന്ന കസേരകളും മറ്റ് സാധനങ്ങളുമാണ് ഈ ഇട്ടിരിക്കുന്നത്. എന്തായാലും കടയുടമ പറയുന്നത് ആരെങ്കിലും കയറിയിരിക്കാം, അവർ ഈ മോഷ്ടാക്കൾ നടത്തിയിരിക്കുന്ന കാര്യമായിരിക്കാം ഇതെന്നാണ് കടയുടമ സംശയം പ്രകടിപ്പിക്കുന്നത്. സേതു, ഓക്കെ സഹിൻ, ശരി.